ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു 2 ടയർ ഇളനീർ കേക്കിൻ്റെ റെസിപ്പിയാണ്. 3 കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു ഇളനീർ കേക്കിൻ്റെ റെസിപ്പിയാണിത്. ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഞാനിതുപോലെ തയ്യാറാക്കിയെടുക്കുന്നത് സോസ് പാനിലാണ്, ഓവനിലല്ല. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ 2 കിലോഗ്രാം വരുന്ന ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു അരിപ്പയിലോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കണം. ഈ ഒരു കേക്ക് 2 കിലോഗ്രാം വരുന്ന ഒരു സ്പോഞ്ച് കേക്കും 1 കിലോഗ്രാം വരുന്ന ഒരു സ്പോഞ്ച് കേക്കും തയ്യാറാക്കിയതിന് ശേഷം 2 ടയറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇതിന് വേണ്ടിയുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ബൗളിലോട്ട് നമുക്ക് 6 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ട ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല, നല്ല ക്ലീൻ ആയിരിക്കണം, അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 1.25 കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുട്ട ബീറ്റായി കിട്ടും. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ല ഫ്ലഫിയായി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടി 1 കിലോഗ്രാം വരുന്ന കേക്ക് കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഈ എടുത്ത നേരെ അളവിൻ്റെ പകുതി എടുത്താൽ മതി. ആ അളവിൽ 1 കിലോഗ്രാം വരുന്ന ഒരു കേക്ക് കൂടി തയ്യാറാക്കി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ മുട്ട നല്ലവണ്ണം ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിലിന് പകരമായി ബട്ടർ മെൽറ്റ് ചെയ്തത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് 1-2 മിനിറ്റ് വരെ ഇനി ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം ഇനി ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഉപയോഗിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഒരേ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് കുത്തി ഇളക്കാതെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ചൂടോട് കൂടിയുള്ള പാലൊന്നും ചേർക്കാൻ പാടില്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു സോസ് പാനിലോട്ട് ഒഴിച്ച് ചുട്ടെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ അല്പം വലിയൊരു സോസ് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ കേക്ക് ടിന്നാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 11 ഇഞ്ച് വരെയുള്ള കേക്ക് ടിൻ ഇതിനായി യൂസ് ചെയ്യണം. സോസ് പാനിലോട്ട് അല്പം ബട്ടർ തടവിയതിന് ശേഷം നമുക്കിതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെരി ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒരു 40 മുതൽ 50 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ 2 സ്പോഞ്ച് കേക്കും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ ചെയ്യാം. ഇതിപ്പോൾ 4 ഇളനീരിൻ്റെ ഫ്ലഷാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു തരിതരിയോട് കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഇളനീരിൻ്റെ കഷ്ണങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. 1-2 മിനിറ്റ് വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. ചെറിയ ചെറിയ പീസൊക്കെ ഇതിലുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നല്ലവണ്ണം ഒന്ന് തണുപ്പിച്ചെടുക്കാം. നമുക്കിതിന് വേണ്ടിയുള്ള സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു പാനിലോട്ട് 2 കപ്പ് ഇളനീരിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. നിങ്ങൾ എടുക്കുന്ന ഇളനീരിൻ്റെ വെള്ളത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മധുരം നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് തിളച്ച് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് രണ്ടും കൂടി ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലവണ്ണം ഒന്ന് ചൂടാറാൻ അനുവദിക്കാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1-2 മണിക്കൂർ വരെ തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി നമുക്കിതിന് വേണ്ടി വിപ്പിംഗ് ക്രീം എടുക്കാം. ഇതിപ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇളനീരും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ജസ്റ്റ് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ഉള്ളിൽ കൊടുക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ ഫില്ലിങ്. പുറമെ പ്ലെയിൻ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചാണ് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഒന്ന് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ഒരു ടേൺ ടേബിളിലേക്ക് കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടിയിലോട്ട് അല്പം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായി ഇളനീർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീമിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. എല്ലായിടത്തും ഒരുപോലെ നല്ല ലെവലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും സിറപ്പ് വെച്ചൊന്ന് വെറ്റാക്കി കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമുക്ക് തേർഡ് ലെയർ കേക്ക് കൂടി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കേക്ക് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 4 ലെയർ ആക്കണമെങ്കിൽ 4ആയി കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് തേർഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം സിറപ്പ് വെച്ചൊന്ന് വെറ്റാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം. പ്ലെയിൻ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചാണ് ഞാൻ കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് കൊടുക്കണം. നിർബന്ധമൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കും. ഞാൻ ഇതിന് വേണ്ടി സ്ട്രോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിക്ക് തന്നെ അവൈലബിൾ ആണ്, നിങ്ങളത് വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ സെൻറ്ററിലോട്ടായി ഒരു സ്ട്രോ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് നോക്കി കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ 4 എണ്ണം കൂടി സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്ട്രോ ഇറക്കി വെച്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ കേക്ക് വെച്ച് കൊടുത്താൽ കേക്ക് പെട്ടെന്നൊന്നും താഴ്ന്നു പോവില്ല, അല്ലെങ്കിൽ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിത് 1 കിലോൻ്റെ കേക്ക് കൂടി ഫ്രോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചതാണ്. ഇതിന് വേണ്ടി നമുക്കിനി ഗനാഷ് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലോട്ട് 1 ബാർ വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ക്രീം കൂടി ചേർത്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായി സെക്കൻഡ് കേക്ക് വെച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് സ്ട്രോ വെച്ച ഭാഗത്ത് ക്രീം വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടായി സെക്കൻഡ് ലെയർ കേക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ 2 ലെയറും കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടായി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൈഡിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല, മുകൾ ഭാഗത്ത് മാത്രം ഇങ്ങനെ കൊടുത്താൽ മതി. സെക്കൻഡ് കേക്കിൻ്റെ മുകളിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ താഴത്തോട്ടായി ഒരു ബോർഡർ വെച്ച് കൊടുക്കാം. 2 ലെയർ കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ എന്തായാലും ഇതുപോലൊരു ബോർഡർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ കേക്കിന് നല്ല ഫിനിഷിങ് കിട്ടും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കേക്കിൽ ചെറിയ ചെറിയ ഹോൾസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബോർഡർ വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. മുകളിലും ചെറുതായിട്ടൊന്ന് ബോർഡർ വരച്ച് കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യുന്നെന്ന് മാത്രം. ഞാനിപ്പോൾ ഈ കേക്ക് മൊത്തത്തിൽ വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീമിൽ കളർ അപ്ലൈ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്.
ഇപ്പോൾ താഴത്തെ ഒരു ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായി എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ച് തന്നെയാണ് എഴുതി കൊടുക്കുന്നത്. ജെല്ല് വെച്ച് നിങ്ങൾക്ക് പേരെഴുതി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ക്രീമിൽ ജസ്റ്റ് ഒരു പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നൂറിൻ്റെ നോസിൽ 1 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ടായി ഒരു റോസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഇളനീർ കേക്ക് തയ്യാറായിട്ടുണ്ട്. നല്ലവണ്ണം തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.